കാട്ടമ്മ എനിക്കൊരിക്കലും അന്യയായ ദൈവമല്ല. എന്റെ ജ്ഞാനഗുരുവായിരുന്ന് എന്നെ വഴി നടത്തുന്ന എന്റെ ചെല്ലാനമ്മയുടെ അംശമാണ്. ഞാൻ എന്റെ ജീവനേക്കാൾ വിലമതിക്കുന്ന ചെല്ലാനമ്മയുടെ സന്നിധിയിൽ ഇത്തരമൊരു ദുഷ്കർമ്മം ചെയ്യാൻ എനിക്ക് എങ്ങനെ മനസ്സ് വരും? ഞാൻ എന്തും ചെയ്യാൻ തുനിഞ്ഞവളാണ് എന്നായിരിക്കും നീ എന്നെപ്പറ്റി ഒരുപക്ഷെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ എന്റേതായൊരു ധർമ്മം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞാനും നീയും തമ്മിൽ പലപ്പോഴും മത്സരം നടന്നിട്ടുണ്ടാവാം. പക്ഷേ കാട്ടമ്മയുടെ കാര്യത്തിൽ എന്നും അനുസരണയുള്ളവളാണ് ഞാൻ. നീ എന്നെ ഇങ്ങനെ സംശയിക്കാതെ. ഞാൻ കാട്ടമ്മയുടെ സന്നിധിയിലെ ആ കാലചക്രം എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ ആരായിരിക്കും ഈ ചതിക്ക് പിന്നിൽ? കാലചക്രത്തിനു വേണ്ടി എന്നും മത്സരിച്ചു കൊണ്ടിരുന്നത് ഞാനും നീയും മാധവിയും അടങ്ങുന്ന 3 പേർ മാത്രമാണ്. കാലചക്രം ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ? മാധവിയായിരിക്കും അതിന് പിന്നിൽ. ആ മാധവി ഇത്തരം വിദ്യകളിൽ വളരെ അഗ്രഗണ്യ. അവളാണ് അതെടുത്തതെന്ന് തിരിച്ചറിയാതിരിക്കാൻ ഒരു ശക്തിയെ നിർമ്മിച്ചാണ് അവൾ ആ കാലചക്രം കൈക്കലാക്കിയിട്ടുണ്ടാവുക. അവളുടെ ഏട്ടൻ സഞ്ചരിച്ച അതേ പാതയിൽ തന്നെ അവളും സഞ്ചരിച്ചായിരിക്കും ആ കാലചക്രം കൈക്കലാക്കിയത്. ഗംഗയുടെ ജീവൻ അപകടത്തിലാക്കി എന്റെ കയ്യിലുണ്ടായിരുന്ന 2 കാലചക്രം അവള് വാങ്ങി. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ അമ്മയുടെ സന്നിധിയിലെ കാലചക്രം എടുത്തല്ലേ? അപ്പോ ആ 3 കാലചക്രങ്ങളും ഇപ്പൊ മാധവിയുടെ കൈകളിലാണല്ലേ? എപ്പോൾ മാധവി അമ്മയുടെ പീഠത്തിൽ കൈവയ്ക്കാനുള്ള ധൈര്യം കാട്ടിയോ അപ്പോൾ മുതൽ അവൾ അമ്മയുടെ ശത്രുവായിരിക്കുകയാണ്. അമ്മയുടെ വിരോധം സമ്പാദിച്ചവരെല്ലാവരും തന്നെ എന്റെയും ശത്രുക്കൾ തന്നെയാ. ഞാനും നിന്നോടൊപ്പം വരാം. വാ, അവരുടെ കയ്യിൽ നിന്ന് ആ കാലചക്രങ്ങളെ നമുക്ക് വീണ്ടെടുത്തു കൊണ്ടുവരാം. മാധവിയായിരിക്കാം ഒരുപക്ഷെ ആ കാലചക്രങ്ങൾ എടുത്തത്. എന്നാൽ അവളൊരു ശിവതപസ്വിനിയാണ്. ശിവതപസ്വിനിയായ ഒരാൾക്ക് ഇത്തരം ക്രൂര പ്രവൃത്തി ചെയ്യാൻ എങ്ങനെ മനസ്സനുവദിച്ചത്? ചുടുകാട്ടിലേക്ക് പോയി എന്റെ അനുജത്തി കവിതയുടെ ആത്മാവിനെ ബന്ധിച്ചു കൊണ്ടുവരാൻ പോലും മാധവിക്ക് ഒരു ലജ്ജയും ഉണ്ടായിട്ടില്ല. കാലചക്രങ്ങൾ അവളുടെ സ്വന്തമാക്കി മാറ്റാൻ അവൾ ഏതറ്റം വരെയും പോകുന്നെന്തിനി? മാധവിയെ കാണാൻ പോകുന്നതിന് മുൻപ് സത്യം പൂർണ്ണമായും അറിഞ്ഞിരിക്കണം. കണ്ണഴകിയമ്മയെ കണ്ടാൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയും. കണ്ണഴകി വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നയാളാ. വാ, അവരോട് തന്നെ പോയി ചോദിക്കാം. കാലചക്രങ്ങൾ എടുത്തത് മാധവി തന്നെയാണോ എന്ന് കണ്ണഴകി അമ്മ നമുക്ക് പറഞ്ഞു തരും. ഞാൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് അപ്പോൾ നിനക്ക് ബോധ്യമാവും. വാ, പോകാം. നീ എന്തൊക്കെയായി പറയുന്നത്? സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു. പല വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ അനീതിക്ക് ഇനിയും നീതി കിട്ടിയിട്ടില്ല. ഇന്നിപ്പോ വീണ്ടും പാർവതിപുരത്ത് അതേ തെറ്റ് സംഭവിച്ചിരിക്കാം. കാട്ടമ്മയുടെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ച കാലചക്രം മാധവി എടുത്തിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ സംശയം പോലെ മാധവി തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആണോ ഇതിന്റെ പിന്നിൽ? അമ്മയുടെ ശക്തി കൊണ്ട് ആ മായശക്തിയെ പറഞ്ഞയച്ചത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതമ്മേ. ഒരു ശക്തി നാഗമായി നിന്നെ കബളിപ്പിക്കാൻ സാധിച്ചെങ്കിൽ അതൊരു അപൂർവ ശക്തി തന്നെയാണ്. അത് മാധവിയാണോ വേറെ ഏതെങ്കിലും ശക്തിയാണോ എന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കാം.
ആ മായശക്തി അയച്ച് കാലചക്രത്തെ കൈക്കലാക്കിയത് മാധവിയല്ല. മാധവിയേക്കാൾ പല മടങ്ങ് ശക്തിയുള്ള മറ്റാരുമാണ് ആ മായശക്തിയെ നിർമ്മിച്ചിരിക്കുന്നത്. അതാരാണ്? ഏതാണ് ശക്തി? ആ മായശക്തി എനിക്ക് മുഖം തരുന്നില്ല. അത് കണ്ടുപിടിക്കാനും എനിക്ക് കഴിയുന്നില്ല. അമ്മയുടെ പീഠത്തിൽ നിന്ന് കാലചക്രം അപഹരിച്ച വിധം പരിശോധിച്ചപ്പോൾ ആ ശക്തി ഏതോ ദുഷ്ടശക്തിയാണെന്ന് മനസ്സിലായി. ദൈവശക്തി നിറഞ്ഞ കാലചക്രത്തെ ഇത്തരം ദുഷ്ടശക്തികൾ ദുരുപയോഗം ചെയ്യാതെ നമുക്ക് തടഞ്ഞേ പറ്റൂ നന്ദിനി. അധിക നാൾ ആ കാലചക്രം അവരുടെ കയ്യിലിരിക്കാൻ ഞാൻ അനുവദിക്കില്ലമ്മേ. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും കാട്ടമ്മയുടെ സന്നിധിയിൽ ഞാൻ കാലചക്രം എത്തിക്കുമേ. അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ബാധ്യത നിനക്കുണ്ട് നന്ദിനി. കാരണം കാട്ടമ്മയുടെ ക്ഷേത്രത്തിൽ നീ പോലും ഇതുവരെ അറിയാത്ത മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുക. എന്താണ് അമ്മ പറയുന്നത്? ഞാൻ പറയുന്നത് ഒരുപക്ഷേ നിനക്ക് അവിശ്വസനീയമായി തോന്നിയേക്കാം. എന്നാലും ഞാൻ പറയുന്നത് സത്യമാണ്. എന്താണെങ്കിലും എന്നോട് പറയമ്മേ. ഇപ്പൊ കാട്ടമ്മയുടെ സാന്നിധ്യം കാട്ടമ്മ ക്ഷേത്രത്തിൽ ഇല്ല നന്ദിനി. അമ്മേ, സത്യമാണോ ഈ പറയുന്നേ? ഈയിടെയായി അമ്മയുടെ സന്നിധിയിൽ നടന്ന അന്യായങ്ങൾ നിമിത്തം കാട്ടമ്മയുടെ സാന്നിധ്യം അപ്രത്യക്ഷമായി. ഇപ്പോൾ അവിടെയുള്ളത് വെറും ശില മാത്രം. ആ കാലചക്രം ഏതോ ഒരു ദുഷ്ടശക്തിക്ക് കൈക്കലാക്കാൻ സാധിച്ചെങ്കിൽ അതിന് കാരണം കാട്ടമ്മയുടെ സാന്നിധ്യം അവിടെ ഇല്ലാത്തത് തന്നെയാ. കാട്ടമ്മയുടെ സാന്നിധ്യം അവിടെ തിരികെ എത്തുവാൻ നീ 3 കാലചക്രങ്ങളെയും അമ്മയുടെ സന്നിധിയിൽ എത്തിക്കണം. 3 കാലചക്രങ്ങളും കാട്ടമ്മയുടെ സന്നിധിയിൽ തിരിച്ചു കൊണ്ടുവന്ന് പഴയ പോലെ അമ്മയുടെ സാന്നിധ്യം ആ ശിലയിൽ ഞാൻ ഉറപ്പുവരുത്തുമേ. കാലചക്രം കൈക്കലാക്കിയത് ഏത് ശക്തിയാണെങ്കിലും അവരോട് ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഇനി നടക്കുന്ന പോരാട്ടത്തിൽ നന്ദിനി തനിച്ചാണെന്ന് കരുതണ്ട. നന്ദിനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് ഞാനും ഉണ്ടാകും. കാട്ടമ്മയുടെ സാന്നിധ്യം അവിടെ തിരികെ കൊണ്ടെത്തിക്കാൻ എന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിരിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ നീ നന്ദിനിക്ക് കൂട്ടായിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങൾ രണ്ടുപേരും ആ മായശക്തിയുടെ അടുത്ത നീക്കം എന്തെന്ന് വ്യക്തമായി അന്വേഷിക്കേ. ഇപ്പൊ ആ മായശക്തിയുടെ ഏക ലക്ഷ്യം ആ രാജശേഖരന്റെ കയ്യിലുള്ള മറ്റു 2 കാലചക്രങ്ങളാണ്. എനിക്ക് ആ കൊട്ടാരത്തിൽ കയറാൻ സാധിച്ചാൽ മാത്രമേ മറ്റു കാലചക്രങ്ങൾ നഷ്ടപ്പെടാതെ എനിക്ക് സംരക്ഷിക്കാനാകൂ. പക്ഷെ എന്നെ ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ ആരും അനുവദിക്കില്ല. അതുകൊണ്ട് എത്രയും വേഗം അമ്മ അവിടെ ചെന്ന് നടന്ന കാര്യങ്ങൾ മാധവിയെയും രാജശേഖരനെയും അറിയിച്ച് കാലചക്രങ്ങൾ സൂക്ഷിക്കാൻ പറയണം. നീ പറയുന്നത് ശരിയാ നന്ദിനി. അവരുടെ കൈവശമുള്ള കാലചക്രങ്ങൾ സംരക്ഷിച്ചേ മതിയാകൂ. ഇപ്പോൾ തന്നെ പോയി ഞാൻ അവരോട് സംസാരിക്കാം. ഭൈരവി, ഞാനും കൊട്ടാരത്തിലേക്ക് പോയാലേ ആ മായശക്തി ആരാണെന്ന് കണ്ടുപിടിച്ച് കാലചക്രങ്ങൾ സുരക്ഷിതമാക്കാൻ പറ്റൂ. ഞാനും പോവുക. ഞാൻ ഗർഭിണിയല്ലെന്ന് അരുണേട്ടനെ എങ്ങനെയെങ്കിലും അറിയിക്കണം. ഇനിയും മറിക്കുന്നത് ശരിയല്ല. എന്തിനാ ഗംഗെ, നിന്നോട് ജോലിയൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ലേ? ഈ സമയത്ത് നീ ഒരു ജോലിയും ചെയ്യാതെ റെസ്റ്റ് എടുക്കുക വേണ്ടത്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിനക്ക് പറയാനുള്ളതൊക്കെ പിന്നെ പറഞ്ഞാൽ മതി. ആദ്യം നീ ഞാൻ പറയുന്നത് കേൾക്ക്. മുമ്പൊന്നും ഞാൻ നിന്നെ നിയന്ത്രിച്ചിട്ടേ ഇല്ലല്ലോ. ഇനി അങ്ങനെയൊന്നും നടക്കാൻ പറ്റില്ല.
ഇപ്പൊ നീ തനിച്ചല്ല ഗംഗെ. കാരണം നിന്റെ വയറ്റില് നമ്മുടെ കുഞ്ഞു വളരുന്നുണ്ട്. എന്താഗ്രഹം ഉണ്ടെങ്കിലും പറഞ്ഞു, അതെല്ലാം ഞാൻ സാധിച്ചു തരാം. നിനക്ക് എന്താ വേണ്ടേ പറയേ. ഇപ്പൊ നീ അമ്പിളിയമ്മാവനെ ചോദിച്ചാലും ഒരു കൈ ഞാൻ നോക്കാൻ റെഡിയാ. എന്താ വേണ്ടേ? അരുണേട്ടന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. ഞാനിപ്പോ ഇത് പറഞ്ഞ് എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നത്? വേണ്ട, അരുണേട്ടനോട് ഇപ്പൊ ഒന്നും പറയണ്ട. എന്താ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന? എന്താ വേണ്ടെന്ന് പറയേ. പുതിയൊരു കാർ വാങ്ങി തരട്ടെ, ഒരു പട്ടുസാരി വാങ്ങിയാലോ, അതും അല്ലെങ്കിൽ ഒരു ഡയമണ്ട് നെക്ലസ് വാങ്ങട്ടെ, എന്തെങ്കിലും ഒന്ന് പറയുകെങ്കേ. എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലല്ലേ വലുതും വേണോന്ന് പറയാൻ. എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും വേണോന്നില്ല അരുണേട്ടാ. അരുണേട്ടൻ എന്റെ കൂടെ ഉള്ളതാ ഇപ്പൊ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഒന്നും തന്നില്ലെങ്കിലും സന്തോഷം എന്നല്ലേ പറഞ്ഞേ. എന്നാ എന്റെ സന്തോഷത്തിന് ഞാനൊരു സാധനം തരാം. ഞാനിപ്പോ വരാട്ടോ. എന്റെ അരുണേട്ടന്റെ സന്തോഷം ഇല്ലാതാക്കുന്ന സ്ഥിതിയിലല്ലേ ആ നന്ദിനി എന്നെ ഇപ്പൊ കൊണ്ടെത്തിച്ചത്. ചേച്ചി, നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഗംഗെ. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ. സമയമാകുമ്പോ നമുക്ക് എല്ലാവരോടും പറയാം. അരുണേട്ടൻ തൽക്കാലം ഒന്നും അറിയാതെ നോക്കണം. ഞാനിപ്പോ അരുണേട്ടന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം കാണുന്നുണ്ട്. അത് നമ്മളായിട്ട് തന്നെ ഇപ്പൊ ഇല്ലാതാക്കണ്ട ഗംഗെ. നമസ്കാരം. നമസ്കാരം. മാധവിയോടും രാജശേഖരനോടും എന്നെ വന്നൊന്ന് കാണാൻ പറയൂ. അമ്മ ഹോളിലേക്ക് ഇരുന്നോളൂ, ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് വരാൻ പറയാം. അമ്മേ നമസ്കാരം. എന്തിനാ ഇവിടേക്ക് വന്നത്? ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടേക്ക് വരില്ലായിരുന്നോ? ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാ വന്നത്. എന്താണെങ്കിലും പറയമ്മേ. നന്ദിനി കാട്ടമ്മയുടെ സന്നിധിയിൽ എത്തിച്ച ആ കാലചക്രം ഇപ്പോഴും അവിടെ ഉണ്ടെന്നല്ലേ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്? എന്നാൽ അറിയാമോ, ഇപ്പോൾ ആ ചക്രം അവിടെയില്ല. എന്തൊക്കെയാ ഈ പറയുന്നേ? ഒരു മായശക്തി കാട്ടമ്മയുടെ പക്കൽ നിന്ന് കാലചക്രം അപഹരിച്ചു കൊണ്ടുപോയി. അവിടെ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാനായത്? നന്ദിനിയാ എന്നോട് പറഞ്ഞത്. അല്ലെങ്കിലും പണ്ടേ ആ നന്ദിനി കഥകൾ ഉണ്ടാക്കുന്നതിൽ മിടുക്കിയാണല്ലോ. നിങ്ങളീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നന്ദിനി കള്ളമല്ല പറഞ്ഞത്. എന്റെ അമാനുഷിക ശക്തിയാൽ ഞാനും അത് തന്നെ കണ്ടു. കാലചക്രത്തിന് വേണ്ടി നീ, ഭൈരവി, നന്ദിനി 3 പേർ തമ്മിലാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കാലചക്രം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ആ ശക്തി നമ്മളെക്കാളുമൊക്കെ ഏറെ ശക്തിശാലിയാണ്. ആ മായശക്തിയുടെ അടുത്ത നീക്കം നിങ്ങളുടെ കൈവശമിരിക്കുന്ന കാലചക്രങ്ങളാണ്.
നിങ്ങളുടെ കൈവശമിരിക്കുന്ന കാലചക്രങ്ങൾ അപഹരിക്കുവാനായി ആ മായശക്തി തീർച്ചയായും കൊട്ടാരത്തിൽ വരുന്നതാണ്. ഞങ്ങൾ ഏവരും ചേർന്ന് ശ്രമിച്ചാലേ നിങ്ങളുടെ പക്കലുള്ള കാലചക്രങ്ങളെ ആ മായശക്തിയിൽ നിന്നും രക്ഷിക്കാനാകൂ. ആ മായശക്തി അപഹരിച്ച കാലചക്രത്തെ തിരികെ എടുക്കണം നമുക്ക്. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ ഞാനും ഭൈരവിയും നന്ദിനിയും ഞങ്ങൾ മൂവരും ഈ കൊട്ടാരത്തിൽ തന്നെ തങ്ങണം. എങ്കിലേ ആ മായശക്തി വരുമ്പോൾ തന്നെ എതിർത്ത് പോരാടുവാൻ പറ്റൂ. മായശക്തി അപഹരിച്ച കാലചക്രത്തെ തിരികെ എടുക്കണം നമുക്ക്. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ ഞാനും ഭൈരവിയും നന്ദിനിയും ഞങ്ങൾ മൂവരും ഈ കൊട്ടാരത്തിൽ തന്നെ തങ്ങണം. എങ്കിലേ ആ മായശക്തി വരുമ്പോൾ തന്നെ എതിർത്ത് പോരാടുവാൻ പറ്റൂ. ആ നന്ദിനി കൈവിട്ട കാലചക്രം തിരിച്ചു പിടിക്കാൻ നിങ്ങളിങ്ങോട്ട് അയച്ചതാണല്ലേ? അല്ല കണ്ണഴകി, നിങ്ങൾ എല്ലാവരും സഹായിക്കാൻ തയ്യാറാവുന്ന ഒരാളല്ലേ, എന്നിട്ട് എന്തിനാ ഇപ്പോ അവളുടെ പക്ഷത്തേക്ക് ചേർന്നത്? ഞാൻ നന്ദിനിക്ക് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. കാലചക്രങ്ങൾ മായശക്തിയുടെ കൈവശം എത്താതിരിക്കാൻ വേണ്ടിയാണ്. ഇയാളുടെ കയ്യിലുള്ള കാലചക്രങ്ങൾ എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെപ്പറ്റി ചിന്തിച്ച് തലപുണ്ണാക്കേണ്ട കാര്യമില്ല നിങ്ങള്. ഇനി നിക്കണമെന്നില്ല. രാജശേഖര, അവർക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ? അമ്മേ, എനിക്ക് അമ്മയോട് തീർത്താ തീരാത്ത കടപ്പാടും ബഹുമാനവും ഒക്കെയാ. എന്നോട് നിങ്ങൾ കാട്ടുന്ന ബഹുമാനം സത്യമാണെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യ്. രാജശേഖര, ഇവർ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള കാലചക്രം അപഹരിച്ച് നന്ദിനിയുടെ അടുത്ത് എത്തിക്കാൻ നിങ്ങളോട് സഹായം ചോദിക്കാൻ വന്നിരിക്കുക. ഇവരീ പറയുന്നത് പോലെ നന്ദിനി ഈ വീട്ടിൽ തങ്ങാൻ അനുവദിച്ചാൽ കാലചക്രം തീർച്ചയായും ബലി കൊടുക്കേണ്ടി വരും. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായി കാണുകയാണിവർ. നിങ്ങൾ ഞങ്ങളിവിടെ താമസിക്കാൻ അനുവദിക്കുക. ഇതിനൊരിക്കലും ഞാൻ സമ്മതിക്കുന്ന താൻ കരുതണ്ട. തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹമാണ്. നിനക്കിടപെടേണ്ട കാര്യമില്ല. രാജശേഖരന്റെ ജീവിതത്തിൽ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. തൽക്കാലം ഈ വിഷയത്തിൽ എന്റെ തീരുമാനം നടന്നാ മതി. മാധവി, പ്രശ്നത്തിന്റെ തീവ്രത അറിയാതെയാണ് നീ സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ കബളിപ്പിക്കാനായി ഇങ്ങനെ നിന്ന് പ്രസംഗിക്കണം എന്നില്ല. അവളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ലെന്ന് ആ നന്ദിനിയോട് ചെന്ന് പറയ. രാജശേഖര, തനിക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അത് വേണ്ടെങ്കിൽ ഇവരെ പറഞ്ഞുവിട്. രാജശേഖര, തനിക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അത് വേണ്ടെങ്കിൽ ഇവരെ പറഞ്ഞുവിട്. രാജശേഖര, നിങ്ങളെങ്കിലും ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. അമ്മേ, എന്നോട് ക്ഷമിക്കണം അമ്മേ. എന്നെ എത്രയോ തവണ അമ്മ സഹായിച്ചിട്ടുള്ളതാ. എന്നാൽ ഈ കാര്യത്തില് അമ്മ പറയുന്നത് അനുസരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാ ഞാൻ. ഈ പ്രശ്നങ്ങള് മാധവിക്ക് പരിഹരിക്കാനാവുന്നതാ. ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത്. അമ്മയുടെ അനുഗ്രഹം എന്നും എനിക്കുണ്ടാവണം. ഞാൻ നിങ്ങളെ തേടി വന്ന് രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് പോലും നിങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല. ആ മായശക്തിയുടെ കൈവശം കാലചക്രങ്ങൾ എത്തിയാൽ തിരിച്ചടികൾ അതിഭീകരമായിരിക്കും. അത് മനസ്സിലിരിക്കട്ടെ രാജശേഖര.
അഴകിയമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഈ പ്രശ്നം എങ്ങനെ മറികടക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. കാലചക്രം എടുക്കാനായി ആ മായശക്തി കൊട്ടാരത്തിലേക്ക് തീർച്ചയായും വരും. ആ മായശക്തിയെ കീഴ്പ്പെടുത്തി എനിക്ക് എങ്ങനെയും കാലചക്രങ്ങൾ സംരക്ഷിക്കണം.